ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 26ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനസ്സിലുള്ള വേലികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. സ്വപ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാളെയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ ഉള്ളവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിൽ എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്ന ചിന്തയും ദൈവാശ്രയത്വ ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് ഓർക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിൻസെൻഷൻ സഭയിൽ ചേർന്ന് വൈദികനാകാൻ ആയിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കം പറമ്പിൽ അച്ഛനും ബഹുമാനപ്പെട്ട ജോർജ് പനക്കിൽ അച്ഛനും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വലുരൻ അച്ഛനുമൊക്കെ ഈ സഭയിലാണ് ഉള്ളത്. ലോകം മുഴുവൻ വചനപ്രഘോഷണത്തിലൂടെ ഈശോയെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം ജനങ്ങൾക്ക് സ്വാന്തനവും സൗഖ്യവും ഈ അച്ഛന്മാരുടെ ശുശ്രൂഷ വഴി ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. സെമിനാരിലേക്ക് ചേരാൻ തടസ്സമായി നിന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകനായിരുന്നു. എൻ്റെ മൂത്തയാൾ പെങ്ങൾ, അവൾ കുടുംബജീവിതം നയിക്കുന്നു. അങ്ങനെ വരുമ്പം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ആയതിനാൽ അതൊരു തടസ്സമായിട്ട് നിൽക്കുമെന്ന് തോന്നിയതുകൊണ്ട് വലിയ വിഷമമായിരുന്നു. എന്നാൽ ഉള്ളിൽ വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വല്യമ്മച്ചി എന്നോട് പറയുമായിരുന്നു സുഹൃത ജപമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സുഹൃത ജപം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു നേർച്ച പോലെ മനസ്സിൽ നേർന്നു, സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ 10,000-ത്തിലധികം സുഹൃത ജപം ഞാൻ ചൊല്ലാമെന്ന്. അഡ്മിഷൻ കിട്ടുന്നതിന് മുൻപ് തന്നെ ഞാനത് ചൊല്ലുവാൻ തുടങ്ങി. ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന്. കൈവില്ലുകളിലാണ് എണ്ണം എടുത്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോഴും ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുക, 6,000-ന് മുകളിൽ സുഹൃദേവം ചൊല്ലിയപ്പോഴേക്കും സെമിനാരിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇനി സെമിനാരി ചേർന്നപ്പോഴുണ്ടായ ഒരു വലിയ വിഷമം എന്ന് പറയുന്നത്, എനിക്ക് വലിയ പ്രസംഗ പാഠമൊന്നുമില്ല. വിൻസെൻഷൻ വൈദികരെന്ന് പറയുന്നത് ലോകമെമ്പാടും പോയി വചനം പ്രഘോഷിക്കേണ്ടവരാണ്. സെമിനാരിയിൽ തന്നെ പ്രസംഗ പരിശീലനമൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വേലിക്കെട്ടായിരുന്നു, ഞാൻ ഇതിനെ എങ്ങനെ അതിജീവിക്കും. പലപ്പോഴും സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാഹിത്യ സമാജം പോലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് പ്രസംഗം എഴുതി തരുന്നതൊക്കെ എൻ്റെ പെങ്ങളായിരുന്നു. സെമിനാരിയിൽ ചേർന്നു. എന്തു ചെയ്യും? വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ പ്രസംഗത്തിനുള്ള ലിസ്റ്റിട്ടു. അത് ഏകദേശം ഓണത്തിനോടടുക്കുന്ന കാലഘട്ടമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഓണം കഴിഞ്ഞു വരികയാണെങ്കിൽ നല്ലൊരു പ്രസംഗമായി എനിക്ക് വരാം, എൻ്റെ പെങ്ങൾ എന്നെ സഹായിക്കും. ദൈവം പ്രാർത്ഥന കേട്ടു. ഓണം കഴിഞ്ഞു വന്നപ്പം ഞാൻ നല്ലൊരു പ്രസംഗമായിട്ട് വന്നു. ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് 10-15 മിനിറ്റ് നേരം ഞാൻ പ്രസംഗിച്ചു. അധികാരികൾക്കും എൻ്റെ കൂടെയുള്ള സെമിനാരിക്കാർക്കും അത് ഇഷ്ടപ്പെട്ടു, വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നിന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മകനല്ലേ ഉള്ളൂ, എങ്ങനെ സെമിനാരിൽ ചേരുവാൻ സാധിക്കും?
2, ഈ വിൻസെൻഷ്യൻ സഭയിൽ ചേർന്നാൽ പിന്നെ പ്രസംഗം കാര്യങ്ങളെല്ലാം ഒരുങ്ങണം, അതെനിക്ക് പറയാൻ പറ്റുമോ എന്ന ഭയം. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം വരദാനങ്ങളും കൃപകളും നൽകി. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോയും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യവും ശക്തിയും നൽകി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചിലപ്പോൾ നമ്മൾ തന്നെ വലിയ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത. അവയെല്ലാം ഈ നിമിഷം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഭയപ്പെടേണ്ട. നമുക്ക് അധ്വാനിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ബന്ധന മേഖലകളും വിട്ടുമാറും ദൈവത്തിലേക്ക് വരുവാൻ സാധിക്കും. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ ജോസഫ്. ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജോസഫിൻ്റെ സഹോദരങ്ങൾ അസൂയ മൂത്ത് ജോസഫിനെ അടിമ വ്യാപാരികൾക്ക് വിൽക്കുന്നു. ഇവിടെ ജോസഫിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായോ? ജോസഫ് സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സ്ഥാനത്ത് ജോസഫിനെ ദൈവം എത്തിച്ചില്ലേ? കാരണം ജോസഫിൻ്റെ മനസ്സിൽ വേലിക്കെട്ടുകൾ ഇല്ലായിരുന്നു, സഹോദരങ്ങളോട് പകയും അമർഷവും ഇല്ലായിരുന്നു. സർവശക്തനായ ദൈവം തൻ്റെ കൂടെയുണ്ടെന്നും ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും ജോസഫ് വിശ്വസിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വമുണ്ടായിരിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. കാരണം ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമുക്ക് സാധ്യമാക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം. കാരണം ദൈവവചനം വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ മകളെ, നിന്നെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആ പദ്ധതിയോട് നമ്മൾക്ക് ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ മനസ്സിനെ തടയുന്ന പ്രധാനപ്പെട്ട വേലിക്കെട്ടുകൾ ഏവയാണെന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ഭയവും സംശയവും. ഞാൻ ഇക്കാര്യം ചെയ്താൽ വിജയിക്കുമോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയും? ഈ 2 കാര്യങ്ങളാണ് നമ്മളെ പിറകോട്ട് വലിക്കുക, നമ്മുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട വേലിക്കെട്ടുകൾ. ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ വരുമ്പം മറ്റുള്ളവർ എന്തു പറയുമെന്ന ഒരു ചിന്ത, ആ ചിന്തയിലേക്ക് അവരെ പ്ലീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു തലത്തിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ജീവിത വിജയം ഇല്ല. മറിച്ച് ദൈവം നമുക്ക് ശക്തി നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം നൽകുന്ന കർത്താവിന് നന്ദി പറയാം. ആ ബോധ്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പം ചില സമയത്ത് മനസ്സൊന്ന് പകച്ചു പോകാം. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വചനമുണ്ട്, നമുക്കറിയാവുന്ന ഒരു വചനമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ
എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ശരിയായ ബോധ്യത്തോടെ ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പാതി വഴിയിൽ എത്തുമ്പോൾ സംശയമോ അത് വേണോ വേണ്ടയോ എന്നൊക്കെ, ആ സമയത്ത് ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഒരുപക്ഷെ 8 നിലയിൽ പൊട്ടിയെന്ന് വരാം, സാരമില്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ആ പരാജയത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അങ്ങനെ പഠിച്ച് വീണ്ടും വിജയത്തിലേക്ക് കുതിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവുക. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സാറായ സോമൻ സാറ് പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു രാജാവ് യുദ്ധമെല്ലാം കഴിഞ്ഞ് പരാജയ ഭീതി മൂലം വലിയ വിഷമത്തോടെ ഒരു ഗുഹയിൽ അഭയം തേടി. കാരണം നിരന്തരമായിട്ട് യുദ്ധത്തിൽ അദ്ദേഹം തോറ്റുകൊണ്ടിരിക്കുക. രാജകൊട്ടാരമെല്ലാം വിട്ട് ഗുഹയിൽ ശത്രുക്കളെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാര്യമുണ്ട്, ഒരു ചിലന്തി വല കൂട്ടുന്നത്. അദ്ദേഹം അത് സസൂക്ഷ്മം ശ്രദ്ധിച്ചു. ചിലന്തി വല നെയ്യുകയാണ്. ഒരു വലയുടെ അറ്റത്തു നിന്നും അപ്പുറത്തേക്കത് എടുത്ത് ചാടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 6 തവണ ആ ചിലന്തി പരാജയപ്പെട്ടു. 7ാം തവണ ആ ചിലന്തി വിജയിച്ചു. അങ്ങനെ മനോഹരമായ കൂട് അത് നിർമ്മിച്ചു. ഈ രാജാവിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം തീരുമാനിച്ചു, എത്രയോ യുദ്ധങ്ങൾ ചെയ്ത് ഞാൻ തകർന്ന് തരിപ്പണമായി, പക്ഷേ ഇനിയും ഞാൻ അധ്വാനിച്ചാൽ, എൻ്റെ സൈന്യങ്ങളെയെല്ലാം കൂട്ടി ഇനിയും ഞാൻ അധ്വാനിച്ചാൽ എൻ്റെ നഷ്ടപ്പെട്ടതൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടെ അദ്ദേഹം വീണ്ടും കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയാണ്. സ്നേഹമുള്ളവരെ, ഏത് രാജാവാണെന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾക്കെടുക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ മനസ്സ് തളരരുത്. മറിച്ച് ഈ പരാജയത്തിലും ദൈവത്തിൻ്റെ കൃപ കാണുവാൻ സാധിച്ചാൽ അവിടെയാണ് ജീവിതം വിജയിക്കുക. പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ഗുരുവിനെ കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കാരണം ദൈവമാണ് മുമ്പിൽ, ഒരു കുഴപ്പമില്ല. എന്നാൽ വെള്ളത്തിന് മുകളിലെത്തിയ പത്രോസ് ചിന്തിച്ചു, ഞാൻ ഇനിയും വെള്ളത്തിന് മുകളിലാണല്ലോ, എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ആ ചിന്തയിലൂടെ അവൻ വെള്ളത്തിലേക്ക് താണു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഈശോ കരം പിടിച്ച് അവനെ കയറ്റുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, കർമ്മമണ്ഡലങ്ങളിൽ ഭയവും സംശയവുമൊക്കെ ഉണ്ടാകും. ഇതിനെയൊക്കെ നേരിടുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ വലിയ വിഷമത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഇത്രയും നാളും ഞാൻ ബിസിനസ് ചെയ്തു, കൃഷി ചെയ്തു, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു, എനിക്കത് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. വലിയ മനക്ലേശമാണ്, വലിയ ഭാരമാണ്, ഒന്നും വിജയിക്കാനായിട്ട് പറ്റുന്നില്ല, മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒന്ന് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല ദൈവമേ. ആയതിനാൽ ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ആത്മീയ ബലം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞുമക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ മക്കളെക്കാളൊക്കെ കൂടുതൽ ടെൻഷനും ഭയവുമല്ല മാതാപിതാക്കൾക്കാണ്. അവരുടെ മനസ്സിലും ഭയത്തിൻ്റെയും ആകുലതയുടെയും വേലിക്കെട്ടുകളാണ്. പ്രിയപ്പെട്ടവരെ, അവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും, ബാക്കി ദൈവം ഏറ്റെടുത്തുകൊള്ളും എന്ന ചിന്തയിലേക്ക് വരാം. നമുക്ക് ഭയത്തെ അതിജീവിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും. നമുക്ക് ആ ദൈവത്തിൽ അഭയം തേടാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ സംശയമാണ്. ഞാൻ എന്തു ചെയ്താലും വിജയിക്കില്ല, പരാജയ ഭീതി. ഈ അവസരത്തെ
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം, പ്രാർത്ഥിക്കാം. കാരണം ബൈബിളിൽ 365 പ്രാവശ്യം പ്രത്യക്ഷമായും പരോക്ഷമായും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാം. രണ്ടാമത്തെ കാര്യം ഇതാണ്, നെഗറ്റീവ് ചിന്തകൾ. ഈ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് വരിക? കാരണം കഴിഞ്ഞ കാലത്തെ തിക്ത അനുഭവങ്ങൾ, പരാജയഭീതി, ഇവയെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ തിക്ത അനുഭവങ്ങളും പരാജയഭീതിയും നമ്മുടെയൊക്കെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ക്രിയാത്മകമായി ചിന്തിക്കുവാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നെഗറ്റീവ് ചിന്തകൾ അവ എന്താണെന്ന് കണ്ടുപിടിക്കണം. ജീവിതം ഇനിയുമുണ്ട്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ കാലത്തെ നെഗറ്റീവ് ചിന്തയെ, പരാജയഭീതിയെ മാറ്റിവെക്കുവാനും മുമ്പോട്ട് പ്രയാണം ചെയ്യുവാനും സാധിക്കും. ചില സമയത്ത് നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഐ ആം ലൈക്ക് ദിസ്? എന്തേ ഞാനിങ്ങനെ? സ്നേഹമുള്ളവരെ, എല്ലാ ചോദ്യങ്ങൾക്കും എപ്പോഴും മറുപടിയില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് നമ്മളെ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പം ആ ജീവിത സാഹചര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടാവുക, അതിജീവിക്കുവാൻ സാധിക്കുക. ചില സമയത്ത് താരതമ്യം ചെയ്യുവാനുള്ള ഒരു പ്രവണതയുണ്ട്. ആ താരതമ്യം ചെയ്യുമ്പം അവൻ അങ്ങനെയാണ്, ഇവൾ എങ്ങനെയാണ്, എനിക്കൊന്നും ഇല്ലല്ലോ, എനിക്ക് ഉയരാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ നിലയിലെത്തി, ഞാനോ ഇങ്ങനെ. ഇതുപോലെ താരതമ്യം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ആ നെഗറ്റീവ് ചിന്തയിൽ മാത്രം. അങ്ങനെയല്ല, നമ്മൾ മറിച്ച് ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി, സന്തോഷകരമായിട്ടാണല്ലോ ജീവിക്കുന്നത്, അതുമതി. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിപ്പം നൽകുന്ന കാര്യങ്ങൾ. നമുക്കറിയാം ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ആ പോരാട്ടത്തെക്കുറിച്ച്. ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ നേരിട്ടത്? അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിന് കൊടുത്ത് ജീവിതത്തെ നേരിടുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം അഹങ്കാരമാണ്. ഐ ആം സംതിങ്, ഞാൻ എന്തോ ആണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. ഇത് മനസ്സിൻ്റെ വലിയൊരു വേലിക്കെട്ടാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും നേടിയെടുക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം ചുറ്റുമുള്ളവരോട് ഒരു പുച്ഛഭാവമായിരിക്കും നമുക്കുള്ളത്. നമുക്കറിയാലോ, കുഴിയിൽ വീണവനെ കല്ലെടുത്തെറിയുന്ന പതിവ് നല്ലതല്ല. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളോട് സ്നേഹത്തോടെ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, അത് മതി. ചിലർക്ക് അത് മനസ്സിലാകാൻ സാധ്യതയില്ല. അവരുടെ സംസ്കാരവും വളർന്ന സാഹചര്യവും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കും. അവരോട് സഹിഷ്ണുത കാണിക്കാൻ, ചേർത്ത് നിർത്തുവാൻ സാധിക്കുമ്പം അവിടെയാണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനായി സാധിക്കുക. പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 51-52 വചനങ്ങൾ. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിന്നാൽ എന്തും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സിൻ്റെ വേലിക്കെട്ടുകളെ അതിജീവിക്കുവാൻ സാധിക്കും. 4-ാമത്തെ കാര്യം അടിമത്തം, പാപത്തിൻ്റെ അടിമത്തം. പാപത്തിൻ്റെ അടിമത്തങ്ങളിലേക്ക് വന്ന വ്യക്തികൾക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത, കുറ്റബോധം ഉണ്ടാവുക സ്വാഭാവികമാണ്. മദ്യപാനത്തിൻ്റെ ആയിരിക്കാം, ലഹരി വസ്തുക്കളുടെ ആയിരിക്കാം, സ്ക്രീൻ അഡിക്ഷൻ ആയിരിക്കാം. ഈ വ്യക്തികൾ വലിയ അടിമത്തത്തിലൂടെ കടന്നു പോവുക. അങ്ങനെയെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശക്തിയും കൃപയുമാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് തരണം ചെയ്യുവാനായി സാധിക്കും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബന്ധനാവസ്ഥ, അടിമത്തം, അവ നമ്മളെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി,
ഒരുപക്ഷേ നമ്മുടെയൊക്കെ ബന്ധന മേഖലയും അടിമത്വവും ഒക്കെ ആരോടും നമുക്ക് പറയുവാനായിട്ട് പറ്റില്ല. കാരണം ആത്മാഭിമാനം ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അത് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ചിലപ്പോൾ കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തിയതിന് ശേഷം വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ദൈവമേ എൻ്റെ മനസ്സിനെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കണം. അവിടെയാ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാവുക. ഇനി എങ്ങനെ മനസ്സിൻ്റെ വേലിക്കെട്ടുകളെ ഭേദിക്കുവാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ കാര്യം ദൈവ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലെ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈശോയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്, ഗോ ബാക്ക് ടു ദ ഓൾട്ടർ. അൾത്താരയുടെ മുമ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഏത് പ്രയാസവും പ്രതിസന്ധിയും അവിടെ വെച്ച് തീരും. അങ്ങനെ പോയാൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുവാനായിട്ട് തയ്യാറാകട്ടെ. ഞാൻ ഓർക്കുക, വലിയ ജോലികൾ, ഉത്തരവാദിത്വമുള്ള ജോലികളൊക്കെ അധികാരികൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കും, ദൈവമേ എനിക്കിത് ചെയ്യുവാൻ സാധിക്കുമോ? അങ്ങനെയുള്ള അവസരങ്ങളിൽ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി അത് മാനേജ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം ആരോ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു ശക്തി, ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ മനസ്സിൻ്റെ ഭാരം, വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നന്ദിയോടെ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുക. നന്ദിയോടെ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പം ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ തകർക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ആ ദിവസം നമുക്കുണ്ടായ നന്മകൾ നമുക്ക് ഓർക്കാം. നമ്മൾ അന്ന് കഴിച്ച ഭക്ഷണം, എത്രയോ പേര് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നു. നമ്മൾ അന്ന് കണ്ടുമുട്ടിയ വ്യക്തികൾ നമുക്ക് നൽകിയ സ്വാന്തനം, ആരോടും വർത്താനം പറയാൻ പറ്റാതെ വീടുകളിലൊക്കെ തനിയായിരിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ നമുക്ക് എത്ര പേരോട് സംസാരിക്കുവാൻ സാധിച്ചു? നമ്മുടെ ജീവിതം എത്രമാത്രം സന്തോഷത്തോടെ പോകുന്നത്. കിടക്കാൻ ഒരു വസതിയുണ്ട്, എല്ലാ കാര്യവും ദൈവം നമുക്ക് ചെയ്ത് നൽകിയിട്ടില്ലേ? ആ ദിവസത്തെയും ആ മണിക്കൂറിനെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയുമ്പം നമ്മുടെ മനസ്സ് വലിയ ശക്തിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, പേ അറ്റൻഷൻ ടു അവർ ഇമോഷൻ. നമ്മുടെ വികാരങ്ങൾ ആ ദിവസമുണ്ടായ അവയെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര പേരോട് സ്നേഹത്തോടെ, ശാന്തതയോടെ, ആത്മസംയമനത്തോടെ എനിക്ക് പെരുമാറാൻ സാധിച്ചു? അങ്ങനെ സാധിച്ചാൽ നന്ദി പറയുക. എന്നാൽ അങ്ങനെ സാധിക്കാതെ വലിയ ദേഷ്യത്തോടെ, വെറുപ്പോടെ, അസ്വസ്ഥതയോടെയാണ് അങ്ങനെ ആ ജീവിതം പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ വിഷമമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് തീരുമാനം എടുക്കുക, നാളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, സൗമ്യതയോടെ പെരുമാറുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുത്താൽ പോലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം വലിയ ഭാരവും വിഴുപ്പും ഭാണ്ഡവും വഹിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നാലാമത്തെ കാര്യം, നല്ല നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൻ്റെ ബി പാർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായി ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ പരം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതം എത്ര നാൾ നീളുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ആ ജീവിതത്തിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ടാവാം. ആ ദുഃഖത്തിൻ്റെ വേളയിൽ എൻ്റെ കൂടെ എന്നെ അറിയുന്ന ദൈവമുണ്ട് എന്ന ചിന്ത, അങ്ങനെ ആ ദൈവത്തോടൊപ്പം ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഇനിയും വരുന്ന ദിവസങ്ങളും വർഷങ്ങളുമൊക്കെ മനോഹരമായിരിക്കും. ആ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ വേലിക്കെട്ടുകളെ ഭേദിച്ചെറിയുവാൻ, അങ്ങിലേക്ക് തിരിച്ചു വരുവാൻ സഹായിക്കണമേ. ഭയത്തിൻ്റെ, സംശയത്തിൻ്റെ വേലിക്കെട്ടുകളെ, അഹങ്കാരത്തിൻ്റെ വേലിക്കെട്ടുകളെ അതിജീവിച്ചുകൊണ്ട് ദൈവമേ നെഗറ്റീവ് ചിന്തകളെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ
പോസിറ്റീവ് എനർജി കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.